ഹായ് ഗായ്സ്, അപ്പം പുതിയക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് മിസ്റ്റർ എഗ് മെഗാ ടോയ് ഇൻസൈഡ് ആണ്. മിസ്റ്റർ എഗ് ആദ്യം ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്ക് അപ്പൂപ്പൻ പറഞ്ഞത് ഇത് ഒറിജിനൽ മുട്ടയാണ്. ഇത് ഒറിജിനൽ മുട്ടയെന്ന് കേൾക്കാനാണ്ട് എഗ് എന്നതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല്. അപ്പം ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ ഇവിടെ 2 സാധനമുണ്ട്. അതിൽ ചെറിയ പാടായിരിക്കും ഇളക്കാൻ. ചെറിയ പാടായിരിക്കും ഇത് ഇളക്കാൻ. അങ്ങനെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് ഇളക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം എൻ്റെ അകം തന്നെ ലീൻവെൻഡ്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെയും ഒരു സ്റ്റിക്കറുണ്ട്. ഇതൊരു സ്റ്റിക്കറാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് അത് ഇളക്കാൻ പാടായിരിക്കും, ചെറിയ പാടായിരിക്കും. ആദ്യം തന്നെ എനിക്ക് ടോയ് കിട്ടി ഗായ്സ്. ഇത് ടോയാണോ സ്റ്റിക്കേഴ്സാണോ? എനിക്ക് ഫാൻ ഒന്ന് ഓഫ് ചെയ്യണം. ഒന്ന് ലൈറ്റ് ഓഫായി പോയി. അപ്പം എല്ലാം പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പം ആദ്യം നമുക്ക് ഇത് സ്റ്റിക്കേഴ്സാണ് ഗായ്സ്. ഇത് കളിപ്പാട്ടൊന്നും അല്ല, ഇത് കുറേ സ്റ്റിക്കേഴ്സാണ് ഗായ്സ്. ഇതിൽ പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് കുറേ സ്റ്റിക്കേഴ്സിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ ഒരു സാധനം ഉണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ചിലതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ബാക്കിൽ, ഈ സ്റ്റിക്കറിൻ്റെ ബാക്കിൽ ടേപ്പ് പോലൊരു സാധനം ഉണ്ടായി. അത് ഇളക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിക്കും. അപ്പം ഇതാണ് കാര്യം. അതായത് സമ്മറൊക്കെയാണ്, നിങ്ങൾ എന്തായാലും അടിച്ചൊക്കെ പൊളിക്കണേ ഗൈസ്. നമ്മൾ ഒന്നും കൂടെ ഫാൻ ഓൺ ആക്കിയാണ്. അപ്പം നമ്മളൊന്നും കൂടെ ഒന്ന് ഫാൻ ഓൺ ആക്കിയിട്ട് വരാം ഗൈസ്. നമ്മൾ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ടോയ് താണ്ടി ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. അടുത്ത് നമുക്ക്, എനിക്കിഷ്ടമല്ല, എനിക്ക് ഈ സൗണ്ട് കേട്ടിട്ട് എനിക്കിഷ്ടം. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കണത്. ഒന്ന് തുറന്നു നോക്കാം. കിൻഡർ ജോയ് പോലെ ഇതെന്തൊരു സാധനം? ഇത് റിയൽ മുട്ടയാണ്. ഇതിൻ്റെ അത് എന്തൊരു ചോക്ലേറ്റ് പോലത്തെ ഒരു സിറപ്പും ഒരു വെള്ള സിറപ്പും എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഈ സാധനം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തിന്നാനുള്ളത് തന്നെ എന്തോ. കപ്പലന്തി നിന്നോലും ആയ ജസ്റ്റ് ഈ കപ്പലണ്ടി നിന്ന പോലെ ആ ഒരു ലക്ഷ്യം 3 ഒറ്റയടിക്ക് 3, 2
രണ്ടെണ്ണം. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ കൂടെ മുക്കി തിന്നാനാണ് ഇത്. ഗായ്സ്, പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനില്ല. ടോയ് എന്ന് പറഞ്ഞാൽ സ്നിക്കേഴ്സാണ്. സ്നിക്കേഴ്സ് അല്ല, സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിളിന് ഈ ചോട്ടാ ഭീമിൻ്റെ ബാക്കിൽ ഈ സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ ഇവിടെ കണ്ടോ സ്റ്റിക്കർ. ആ സ്റ്റിക്കർ ഇളക്കുമ്പോഴത്തേക്കും ചുമ്മാ ഇളക്കിയ അതിൻ്റെ പശ പോവും. അതെവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.